എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ പഞ്ചമസർഗത്തിലെ 5-ാമത്തെ സർഗത്തിലെ 7 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയതുപോലെ അയോധ്യ നഗരിയെ പറ്റിയിട്ടൊന്ന് സൂചിപ്പിച്ചു. ഇനി അതിൻ്റെ സമൃദ്ധിയെ പറ്റിയിട്ടാണ് പറയണത്. ഈ 12-ാമത്തെ ശ്ലോകം കൊണ്ട് തീരണില്ല എങ്കിലും അവിടെ ഒരു ദിക്കിൽ നിർത്തണമെന്നേ ഉള്ളൂ. ബാക്കി ശ്ലോകങ്ങളിലൊക്കെ അയോധ്യ വർണ്ണന തന്നെയാണുള്ളത്. നമുക്ക് ആദ്യം 7-ാമത്തെ ശ്ലോകം നോക്കാം. ആയതാദശദ്വേ ച യോജനാനി മഹാപുരി ശ്രീമതി ത്രീണി വിസ്തീർണ സുവിഭക്ത മഹാപഥ. ആ രാജ്യത്തിന്, അതായത് ആ അയോധ്യയ്ക്ക്, തലസ്ഥാനത്തിന് എത്ര വിസ്തൃതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയണത്. ആയതാ ദശചദ്വേച യോജനാനി മഹാപുരി. ആ മഹാനഗരിയായിട്ടുള്ള അയോധ്യയാകട്ടെ ദശച ദ്വേച യോജനാനി ആയത. ദശച ദ്വേച, ദശ എന്ന് പറഞ്ഞാൽ 10, ദ്വേ എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ ദശച ദ്വേച എന്നുള്ളത് കൊണ്ട് 12 എന്നർത്ഥം. 12 യോജന ദൈർഘ്യം, നീളമുണ്ടായിരുന്നു അതിന്. അയോധ്യ നഗരിക്ക് 12 യോജന ദൈർഘ്യമുണ്ടായിരുന്നു. മാത്രമല്ല വളരെ സമ്പദ് സമൃദ്ധയായിരുന്നു. ശ്രീമതി എന്നുള്ളത് കൊണ്ട് സമ്പദ് സമൃദ്ധയായിരുന്നു എന്നർത്ഥം. ആ നഗരിക്ക് ത്രീണി വിസ്തീർണ, 3 യോജന വിസ്തീർണവും ഉണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ മൊത്തം പരപ്പ് 12 യോജന നീളവും 3 യോജന വീതിയും ഒക്കെ കൂടി ചേർന്നിട്ട് അത്രയും ഉള്ളതായിട്ടുള്ളൊരു പ്രദേശമായിരുന്നു ഈ അയോധ്യ എന്നു പേരുള്ള നഗരി. ശ്രീമതി ത്രീണി വിസ്തീർണ സുവിഭക്ത മഹാപഥ. രാജ്യമായിരുന്നു, പണ്ടത്തെ കാലത്തെ രാജ്യമാണെന്നുള്ളത് കൊണ്ടൊന്നും അതിന് യാതൊരു തകരാറുമില്ല. അതിൻ്റെ ശ്രേഷ്ഠതയ്ക്കോ അതിൻ്റെ സമ്പദ് സമൃദ്ധിക്കോ കുറവൊന്നുമില്ല. അവിടെ മഹാപഥങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. അതാണ് സുവിഭക്ത മഹാപഥ, മഹാപഥങ്ങളാൽ വിഭജിക്കപ്പെട്ടത്. നഗരങ്ങളെന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, രാജമാർഗങ്ങളുണ്ടാവും. ആ രാജമാർഗങ്ങളിലേക്കാണ് സാധാരണ മാർഗങ്ങൾ, ഈ ഗ്രാമമാർഗങ്ങൾ, വഴികളൊക്കെ ചെന്ന് കയറുന്നത്. രാജമാർഗങ്ങൾ കൊട്ടാരത്തിനോട് ബന്ധപ്പെട്ടതായ അതിനു ചുറ്റും, നഗരിക്ക് ചുറ്റുമൊക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ സഞ്ചരിക്കാനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തതായ വളരെ സമ്പദ് സമൃദ്ധമായ രാജമാർഗങ്ങളോട് കൂടിയിട്ടുള്ള ഒരു നഗരിയായിരുന്നു ആ അയോധ്യ. അതിന് 12 യോജന നീളവും 3 യോജന വിസ്തീർണം അല്ലെങ്കിൽ വീതി, വലിപ്പമൊക്കെ ഉണ്ടായിരുന്നു എന്ന് വളരെ കൃത്യമായിട്ടുള്ള കണക്കുകളാണ് അവിടെ പറയണത്. ഇനി ആ മാർഗങ്ങളുടെ അവസ്ഥകൾ ഒന്നുകൂടി വർണ്ണിക്കുകയാണ് 8-ാമത്തെ ശ്ലോകത്തിൽ. രാജമാർഗേണ മഹതാ സുവിഭക്തേന ശോഭിത മുക്തപുഷ്പാവകീർണേന ജലസിക്തേന നിത്യശ. 7-ാമത്തെ ശ്ലോകത്തിൻ്റെ അവസാന ഭാഗം ആവർത്തിച്ച് പറയുന്നതാണ് 8-ാമത്തേലും. രാജമാർഗേണ, വലിയ മാർഗങ്ങളുണ്ട് ധാരാളം എന്ന് പറഞ്ഞു. അതിൽ രാജമാർഗം എന്ന് പറയുന്നത് കൊട്ടാരത്തിലേക്കുള്ള ഏറ്റവും വലിയ പാതയാണ്. രാജാക്കന്മാർക്ക് കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും വലിയ മാർഗം. ആ മാർഗം കൊണ്ട് രാജമാർഗേണ മഹതാ രാജമാർഗേണ ശോഭിത സുവിഭക്തേന മഹതാ രാജമാർഗേണ, നല്ല വ്യക്തമായിട്ട് രാജമാർഗമായിട്ട് പ്രഖ്യാപിച്ചതായ ആ മാർഗത്തിനാൽ വളരെ ഭംഗിയായിട്ട് അലങ്കരിക്കപ്പെട്ടത്, ശോഭിക്കുന്നതായിരുന്നു ആ മഹാനഗരിയായിട്ടുള്ള അയോധ്യ. അതായത് രാജകൊട്ടാരത്തിലേക്ക് ഏറ്റവും വലിയ മാർഗം. അത് കഴിഞ്ഞാൽ അവിടെ മഹാമാർഗങ്ങൾ വേറെ ഉണ്ടായിരുന്നു, ചെറിയ മാർഗങ്ങളുണ്ടായിരുന്നു. അങ്ങനെ സഞ്ചരിക്കാനൊന്നും ഒരു തടസ്സവും ഇല്ലാത്തതായ ഉത്തമമായിട്ടുള്ള, വളരെ ശ്രദ്ധയോട് കൂടിയിട്ട്, മാനവേന്ദ്രനായിട്ടുള്ള മനുവിനാൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞുല്ലോ, വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നിർമ്മിച്ചതായിട്ടുള്ളൊരു നഗരിയാണ്. ജനങ്ങളുടെ വാസത്തിനും സഞ്ചാരത്തിനുമൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിർമ്മിച്ചിരിക്കുന്നതായിട്ടുള്ള നഗരി. അതാണ് രാജമാർഗേണ മഹത സുവിഭക്തേന ശോഭിത. മാത്രമല്ല രാജമാർഗം എങ്ങനെയുള്ളതായിരുന്നു? മുക്ത പുഷ്പാവകീർണേന ജലസിക്തേന നിത്യശ. എല്ലാ രാവിലെയും ആ മാർഗങ്ങളിൽ വെള്ളം തളിച്ച് ശുദ്ധി വരുത്തുകയും പൂക്കൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്തു. അതാണ് വെള്ളം തളിച്ച് ശുദ്ധീകരിക്കുക. അവിടെ അടിച്ചുവാരുക, ചൂലുകൊണ്ട് അടിച്ചുവാരുകയൊക്കെ ചെയ്താൽ അവിടെ വെള്ളം തെളിക്കാറുണ്ട് ശുദ്ധമാവാൻ. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട വളരെ വൃത്തിയോട് കൂടിയതായിട്ടുള്ള രാജമാർഗമായിരുന്നു. രാജാക്കന്മാർക്ക് സഞ്ചരിക്കാനുള്ളത് കൊണ്ട് തന്നെ അലങ്കരിക്കപ്പെട്ടതുമായിരുന്നു. പൂക്കളൊക്കെ ധാരാളം വിതറി
ഏറ്റവും സുന്ദരമാക്കിയിട്ട് ആ രാജമാർഗത്തെ അയോധ്യയിൽ കൊണ്ടു നടന്നിരുന്നു എന്നർത്ഥം. പിന്നീട് വരുന്ന 9ാമത്തെ ശ്ലോകത്തിൽ ആ രാജ്യത്തിൽ ഇപ്പോൾ ആരാണ്, അല്ലെങ്കിൽ പഴയ കഥയൊക്കെ പറഞ്ഞുല്ലോ, മാനവേന്ദ്രൻ നിർമ്മിച്ചതാണ്, സഗരൻ്റെ മക്കള്, അതുപോലെ ഇക്ഷ്വാകു വംശത്തിലുള്ളവരൊക്കെ നോക്കി. അതിനുശേഷം പിന്നെ ആരുടെ കയ്യിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്ന് പറയുകയാണ്. ഈ കഥ തുടങ്ങുമ്പോൾ ആരുടെ കയ്യിലാണ് എന്നുള്ളതാണ് പറയണത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ദശരഥൻ്റെ കയ്യിലാണ്. അതാണ് 9ാമത്തെ ശ്ലോകത്തിൽ പറയണത്. താം തു രാജാ ദശരഥോ മഹാരാഷ്ട്രവിവർദ്ധന പുരീമാവാസയാമാസ ദിവി ദേവപതിർയഥാ. താം തു, ആ അയോധ്യയെ ആകട്ടെ, സ്ത്രീലിംഗത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ആ അയോധ്യ നഗരിയെ, മഹാരാഷ്ട്രവിവർദ്ധന ദശരഥോ നാമരാജ. മഹാരാഷ്ട്രവിവർദ്ധന, ഏറ്റവും മഹാനായിട്ടുള്ള രാഷ്ട്രത്തെ വർദ്ധിപ്പിക്കാൻ കഴിവുള്ളവനായിട്ടുള്ള ഒരു രാജാവ്. ആ രാജാവാണ് ദശരഥൻ. ദശരഥനാണ് അതിനെ പോറ്റിയിരുന്നത്. ഏറ്റവും അവസാനം രാമായണ കഥ വർണ്ണിക്കാൻ തുടങ്ങുമ്പോൾ ആ രാജ്യത്തെ രാജാവായിട്ട് വിളങ്ങുന്നത് ദശരഥനാണ്. ദശരഥൻ്റെ ഒരു വിശേഷണമാണ് മഹാരാഷ്ട്രവിവർദ്ധന. രാഷ്ട്രത്തെ വളരെ ഭംഗിയായിട്ട് മെച്ചമായിട്ട് കൊണ്ടു നടക്കാൻ കഴിവുള്ള, വളരെ അഭിവൃദ്ധിയിലേക്ക് നയിക്കാൻ കഴിവുള്ളവനായിട്ടുള്ളൊരു രാജാവ് ദശരഥനാണ് ആ പുരിയെ വേണ്ടതുപോലെ കൊണ്ടു നടന്നിരുന്നത്, പരിപാലനം ചെയ്തിരുന്നത്. അതേതുപോലെയായിരുന്നു? പുരീമാവാസയാമാസ. അങ്ങനെയുള്ള ആ പുരിയെ ദശരഥൻ വേണ്ടതുപോലെ അതിൽ വസിച്ച് കൊണ്ടു നടന്നു. ഏതുപോലെ? ദേവപതി ദിവി യഥാ. ദേവപതിയായിട്ടുള്ള ഇന്ദ്രൻ എപ്രകാരമാണോ ദിവി സ്വർഗലോകത്തിൽ ശോഭയോടുകൂടി വളരെ ഭംഗിയായിട്ട് ഭരിച്ചുകൊണ്ട് ദേവന്മാർക്കൊക്കെ ആശ്രയവും അതുപോലെ തന്നെ അഭിമാനവുമായിട്ട് കൊണ്ടു നടക്കുന്നത്, അതുപോലെ തന്നെയായിരുന്നു അയോധ്യ നഗരിയിൽ ദശരഥൻ അത്രയ്ക്ക് പ്രൗഢമായിട്ടുള്ള ഒരു ഭരണമാണ് കാഴ്ചവെച്ചത്. എല്ലാ ജനങ്ങൾക്കും വളരെ ബഹുമാനവും സ്നേഹവും ഒരേ സമയം ഉണ്ടായിരുന്നു രാജാവിനോട്. എങ്ങനെയായിരുന്നു ഇന്ദ്രൻ സ്വർഗലോകത്തെ നയിച്ചിരുന്നത്, അതുപോലെയാണ് ദശരഥൻ ആ അയോധ്യ നഗരി കൊണ്ടു നടന്നിരുന്നത്. ഒന്നിനൊരു കുറവും ഒന്നും ഉണ്ടായിരുന്നില്ല, ആർക്കും ദുഃഖങ്ങളുണ്ടായിരുന്നില്ല, എല്ലാവരും വളരെയധികം സന്തുഷ്ടരായിരുന്നു എന്നർത്ഥം. അതോടൊപ്പം രാജ്യത്തിൻ്റെ സൗന്ദര്യം, രാജ്യം മൊത്തമല്ല, അയോധ്യയുടെ സൗന്ദര്യത്തെ പറ്റി പറയാണ്. കവാടതോരണവതീം സുവിഭക്താന്തരാപണാം സർവയന്ത്രായുധവതീമുഷിതാം സർവശില്പിഭി. അവിടെ കവാടങ്ങൾ, അതായത് ഓരോ കോട്ട മതിലുകൾ, അതുപോലെ തന്നെ പ്രവേശനദ്വാരങ്ങൾ, രാജകൊട്ടാരത്തിലേക്കുള്ള വഴികൾ, അവിടെയൊക്കെ നല്ല നല്ല ഭംഗിയുള്ളതായ തോരണങ്ങളൊക്കെ തൂക്കിയിരുന്നു. ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ അത്യാകർഷകമായിരുന്നു ആ നഗരി. അതാണ് കവാട തോരണവതി. കവാടങ്ങളിലൊക്കെ ധാരാളം തോരണങ്ങൾ തൂക്കിയിരുന്നു, അലങ്കാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വസ്ത്രങ്ങളെ കൊണ്ടും കൊടികളെ കൊണ്ടും ഒക്കെ തോരണങ്ങൾ പിടിപ്പിച്ചിരുന്നു. മാത്രമല്ല സുവിഭക്ത അന്തരാപണം, വളരെ ഭംഗിയായിട്ട് ക്രമീകരിച്ചിട്ടുള്ളതായ ആഭരണങ്ങളോടുകൂടിയത്, അങ്ങാടികളോടുകൂടിയത്. അങ്ങനെയാണ് വേണ്ടത്. ജനങ്ങൾക്ക് ഈ വസ്തുക്കൾ ക്രയവിക്രയം നടത്തുന്നതിനൊക്കെ ഒരു സ്ഥലത്ത് വന്നാൽ മതി. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതില്ല. അതാണ് കൃത്യമായിട്ടുള്ള ഒരു നഗര സംവിധാനം, നഗരം രൂപപ്പെടുത്തൽ. അതവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. അതാണ് ആഭരണങ്ങൾ, അതിലെ ഈ പറഞ്ഞതായിട്ടുള്ള ഓരോന്ന് ക്രയവിക്രയങ്ങൾ, പച്ചക്കറികളായാലും ഭക്ഷണ പദാർത്ഥങ്ങളായാലും അതുപോലെ തന്നെ ആയുധങ്ങൾ ഒക്കെ ആയാലും കിട്ടാനുള്ളതായ ആഭരണങ്ങൾ, ഇന്ന് നമ്മൾ പറയുന്നതായിട്ടുള്ള കടകൾ, മാർക്കറ്റ് എന്നൊക്കെ പറയണത് തന്നെ, ചന്തകൾ, അങ്ങാടികളൊക്കെ ഒരു ഭാഗത്ത് വളരെ വൃത്തിയായിട്ട് ക്രമമായിട്ട് വിന്യസിച്ചിരുന്നു. അതാണ് സുവിഭക്ത അന്തരാപണം. മാത്രമല്ല സർവയന്ത്രായുധവതീം ഉഷിതാം സർവശില്പിഭി. യന്ത്രങ്ങളും ആയുധങ്ങളും ഒക്കെ ധാരാളം ആ നഗരിയിലുണ്ടായിരുന്നു. അത് ആഭരണങ്ങളിലുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ വ്യാഖ്യാനം കാണാനുണ്ട്. അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് യന്ത്രങ്ങളും ആയുധങ്ങളും ഒക്കെ ധാരാളം സൂക്ഷിച്ചിരുന്നു. അതുണ്ടെങ്കിലേ ജനങ്ങൾക്ക് പേടിയുണ്ടാവുള്ളൂ. ആക്രമണങ്ങൾ, മറ്റു രാജ്യങ്ങളുടെ, ശത്രു രാജ്യങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നൊക്കെ ഒഴിവാവണമെങ്കിൽ ശക്തി ഉണ്ടാവണം, ആയുധങ്ങൾ ഉണ്ടാവണം. അതൊക്കെ സൂക്ഷിച്ചു വച്ചിരുന്നു എന്നും പറയാം. യന്ത്രങ്ങളും ആയുധങ്ങളും ഒക്കെ വിൽപ്പനയ്ക്കായിട്ടും ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങാൻ ലഭിക്കുമായിരുന്നു എന്നും വേണമെങ്കിൽ അർത്ഥം പറയാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളതായ സമ്പദ് സമൃദ്ധമായിട്ടുള്ള ആഭരണങ്ങൾ അവിടെ സർവശില്പിഭി ഉഷിതാം,
അവിടെ എല്ലാ ശില്പികളും രാജശില്പികളൊക്കെ തന്നെ അവിടെ വന്ന് താമസിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ പഠിച്ചു പോയിരുന്നത്. എങ്ങനെയാണ് ഒരു നഗരത്തെ രൂപീകരിക്കേണ്ടത്, എവിടെയൊക്കെ ആയിട്ടാണ് ആവണങ്ങൾ, എവിടെയൊക്കെയാണ് ജനങ്ങൾ താമസിക്കേണ്ടത്, എവിടെയാണ് കൊട്ടാരം വേണ്ടത്, എവിടേക്കാണ് വിദ്യാഭ്യാസത്തിനായിട്ട് ജനങ്ങൾ ഈ നഗരിയുടെ ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടത്, എല്ലാത്തിനും വൈദ്യന്മാരെവിടെ ഉണ്ടാവണം, ഇങ്ങനെ വളരെ ആസൂത്രിതമായിട്ട് മെനഞ്ഞെടുത്തൊരു നഗരിയായിരുന്നു അയോധ്യ. അതുകൊണ്ട് തന്നെ എല്ലാ ശില്പികളും അവിടെ വന്ന് താമസിക്കാറുണ്ടായിരുന്നു. നഗരത്തെ കണ്ടു മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല ഒരു അവസരം അത് അയോധ്യയിൽ വരുമ്പോൾ കിട്ടിയിരുന്നു. ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു നഗരിയായിരുന്നു എന്നാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക. അതുപോലെ തന്നെ 11ാമത്തെ ശ്ലോകം നോക്കാം. സൂതമാഗത സംബാധാം ശ്രീമതീമതുലപ്രഭാം ഉച്ചട്ടാലധ്വജവതീം ശതഘ്നീശതസങ്കുലാം. അവിടെ സൂതന്മാര് മാഗധന്മാര് ഒക്കെ ഉണ്ടായിരുന്നു. സൂത മാഗധ ബന്ദികൾ എന്നൊക്കെ പറഞ്ഞാൽ രാജാവിൻ്റെ കേമത്തങ്ങൾ, രാജാവ് ചെയ്തതായിട്ടുള്ള പ്രവൃത്തികളെ പാടി പുകഴ്ത്തി ജനങ്ങളൊക്കെ ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണവർ. ഈ വീര ഇതിഹാസങ്ങളൊക്കെ സംഗീത രൂപത്തിലെ പാട്ടിൻ്റെ രൂപത്തിൽ പാടി നടക്കുന്നവർ, അവരെയാണ് സൂതന്മാർ, ബന്ദികൾ, മാഗധന്മാർ എന്നൊക്കെ പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ ധാരാളമായിട്ട് നഗരത്തിലുണ്ടായിരുന്നു. അതാണ് സൂതമാഗധ സംവാദം. സൂതന്മാരും മാഗധന്മാരും ഒക്കെ ധാരാളം താമസിച്ചിരുന്നതും. അതുപോലെ തന്നെ ശ്രീമതീം അതുലപ്രഭാം, വളരെ ഐശ്വര്യസമ്പന്നമായവളും അതുലമായ, തുലനം ചെയ്യാൻ പറ്റാത്ത, മറ്റൊന്നിനോട് ഉപമിക്കാൻ പറ്റാത്തതായ പ്രഭയോടുകൂടിയത്. പ്രഭ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് എങ്ങനെയാണ് പ്രഭ ഉണ്ടാവുക? സമ്പദ് സമൃദ്ധി തന്നെയാണ്. ജനങ്ങളുടെ സുഖകരമായിട്ടുള്ള വാസം കൊണ്ടുണ്ടാകുന്ന ആ ഒരു സമൃദ്ധി, ആ സമൃദ്ധി കൊണ്ടിങ്ങനെ ശോഭിക്കുന്നവൾ, മറ്റു രാജ്യങ്ങൾക്കൊക്കെ മാതൃകാപരമായിട്ടുള്ള അയോധ്യ. ആ അയോധ്യയിൽ ഉയർന്നു നിൽക്കുന്ന കൊടിതോരണങ്ങൾ, അതാണ് ഉച്ചട്ടാല ധ്വജവതി. ഉച്ചട്ടാലം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർത്തി സ്ഥാപിച്ചിരിക്കുന്നതായ, ഉയർന്ന് പാറിക്കളിക്കുന്നതായ ധ്വജങ്ങളോട്, ധ്വജം കൊടിയാണ്. ഓരോ രാജ്യത്തിനും കൊടിതോരണങ്ങൾ, അവരവരുടെ കൊടികളുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പോലെ തന്നെയാണ് പണ്ടും. അതിലോരോ ചിഹ്നങ്ങളുണ്ടായിരുന്നു. അതാണ് നാഗകേതനൻ എന്നൊക്കെ ദുര്യോധനന് പേര് വരുന്നത്. ദുര്യോധനൻ്റെ കൊടിയിൽ ആനയുടെ, നാഗം എന്നുള്ളതിന് ആന എന്നാണ് അർത്ഥം, ആനയുടെ കൊടിയടയാളമായിരുന്നു ദുര്യോധനന്. ശ്രീകൃഷ്ണൻ്റെ കൊടിയടയാളമായിട്ട് ഗരുഡനായിരുന്നു. അങ്ങനെ ഓരോരുത്തരുടെ കൊടിക്ക് ഓരോ ചിഹ്നങ്ങളുണ്ടായിരുന്നു. കാമദേവൻ്റെ കൊടിയടയാളമായിരുന്നു മകരമത്സ്യം. അങ്ങനെ എല്ലാ അന്നത്തെ കാലത്തും ഉണ്ട് ഓരോ രാജ്യങ്ങൾക്ക് ഓരോ കൊടിയടയാളം. ഇവിടെ കൊടി അടയാളത്തിനെ പറ്റി പറഞ്ഞിട്ടില്ല, കൊടിയെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ ഉയർത്തിക്കെട്ടി നിർത്തിയതായ കൊടിതോരണങ്ങളോടുകൂടിയ, പ്രത്യേകിച്ച് കൊടി, വലിയ കൊടി ഉയർത്തി സ്ഥാപിച്ചിട്ടുണ്ട്. അതാണ് ഉച്ചട്ടാലം. ഏറ്റവും ഉയർന്നൊരു മാടങ്ങളിലൊക്കെ സ്ഥാപിച്ചിരിക്കുന്നതായ കൊടികളോട് കൂടിയതും. മാത്രമല്ല ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ശതഘ്നി, ശതഘ്നി എന്നുള്ളതിന് പീരങ്കി എന്നൊക്കെയാണ് അർത്ഥം. നമ്മൾ പറയുന്ന തോക്കിൻ്റെയൊക്കെ ഒരു വലിയ രൂപം. അതിൻ്റെ ഉള്ളിൽ കല്ലുകളോ അല്ലെങ്കിൽ പാറ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് അത് ചക്രം തിരിക്കുമ്പോൾ ഈ പാറ കഷ്ണങ്ങളൊക്കെ തെറിച്ച് ശത്രുപക്ഷത്തേക്ക് വീഴും. യുദ്ധമൊക്കെ വരുമ്പോൾ ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നതായിട്ടുള്ള ഒരു ആയുധമാണ്. അതാണ് ശതഘ്നി. ശതഘ്നി, ശതം, ഒന്നും രണ്ടും ഒന്നുമല്ല, 100 കണക്കിന് ശതഘ്നികൾ സ്ഥാപിച്ചിട്ടുള്ളതുമായ കോട്ടകളോട് കൂടിയതുമായിരുന്നു ആ അയോധ്യ നഗരി. മാത്രമല്ല അവിടെ ഇങ്ങനത്തെ ഘടകങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വസ്തുവകകൾ മാത്രമല്ല, സന്തോഷത്തിൻ്റെ ഭാഗങ്ങളുണ്ട്. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. വധൂനാടക സംഘൈശ്ച സംയുക്താം സർവതഃ പുരീം ഉദ്യാനാം രവണോപേതാം മഹതീം സാലമേഖലാം. അവിടെ വധൂനാടക സംഘൈശ്ച സംയുക്താം, വധൂനാടക സംഘങ്ങൾ, അതായത് നർത്തകിമാർ. വധു എന്നുള്ളത് കൊണ്ട് ഇവിടെ നർത്തകിമാർ എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നാടക സംഘങ്ങൾ, അഭിനേതാക്കൾ, ആദ്യം പറഞ്ഞതായ കുശീലവന്മാർ, അങ്ങനെയുള്ളവരൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. ജനങ്ങൾ ആവണത്തിലേക്കൊക്കെ വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നൃത്തം കാണുകയും നാടകം കാണുകയും ഒക്കെ ചെയ്തിരുന്നുണ്ടാവണം. അതുകൊണ്ടാണ് വധൂനാടക സംഘൈശ്ച സംയുക്താം സർവതഃ പുരീം. അങ്ങനെയുള്ള എല്ലാം കൊണ്ടും സമ്പദ് സമൃദ്ധമായിട്ടുള്ള ആ രാജ്യം, ആ നഗരി, അവിടെ ഉദ്യാന അമ്രവണോപേതം, ധാരാളം ഉദ്യാനങ്ങൾ, ധാരാളം പൂന്തോട്ടങ്ങളുണ്ടായിരുന്നു. ഒരു രാജ്യമാകുമ്പോൾ പൂന്തോട്ടങ്ങളൊക്കെ ധാരാളം വേണം, പൂക്കളൊക്കെ ധാരാളം വെച്ച് പിടിപ്പിക്കണം, മരങ്ങൾ ഉണ്ടാവണം.
അതിൻ്റെ തണലും തണുപ്പും ഒക്കെ ജനങ്ങൾക്ക് ധാരാളം ഉണ്ടാവണം. നഗരം എന്ന് പറയുമ്പോൾ തന്നെ കൊട്ടാരങ്ങൾ, കെട്ടിടങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ ചൂട് കുറയ്ക്കാനായിട്ട് ധാരാളം മരങ്ങൾ ഉണ്ടാവണം. അതിനാണ് ഉദ്യാനങ്ങൾ വച്ചു പിടിപ്പിച്ചിരുന്നത്. അതാണ് ഉദ്യാന ആമ്രവണങ്ങൾ. ആമ്രവണം എന്ന് പറഞ്ഞാൽ ആമ്ര വനം തന്നെയാണ്. മാന്തോപ്പുകൾ, ആമ്രം എന്നുള്ള ദിക്കിലാരേഭം എന്നതുകൊണ്ടാണ് വണം എന്നായി മാറിയത്. ന എന്നുള്ളത് രക്ഷാഭ്യാം നോണ സമാനപദേ വാച്യേ എന്നുള്ള സൂത്രം കൊണ്ട് നായായി തീർന്നതാണ് ഒറ്റ വാക്കായതുകൊണ്ട്. ശരിക്കും ആമ്രം എന്ന് പറഞ്ഞാൽ മാവ്, വണം വനം ആണ്. മാവിൻ്റെ തോപ്പുകൾ, മാന്തോപ്പുകൾ ധാരാളം ഉണ്ടായിരുന്നു. അങ്ങനെ അതിസുന്ദരമായിട്ടുള്ളൊരു നഗരിയായിരുന്നു അയോധ്യ. മാത്രമല്ല അതിൻ്റെ അരികുവശത്തായിട്ട് സാലങ്ങൾ, സാലമേഖല, മേഖല എന്ന് പറഞ്ഞാൽ ഈ തോട്ടങ്ങളുടെയൊക്കെ അതിരുകളായിട്ട് നട്ടിരുന്നത് സാലങ്ങളെയാണ്, പനമരങ്ങൾ, പനവൃക്ഷങ്ങൾ ധാരാളമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തുകൊണ്ടും ഒരു കുറവുമില്ലാത്തതായ ഒരു നഗരിയായിരുന്നു അയോധ്യ എന്നാണ് ഇവിടെ പറയണത്. ബാക്കി വർണ്ണനകൾ അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ആയതാദശദ്വേ ച യോജനാനി മഹാപുരി ശ്രീമതീ ത്രീണി വിസ്തീർണാ സുവിഭക്ത മഹാപഥ രാജമാർഗേണ മഹതാ സുവിഭക്തേന ശോഭിത മുക്തപുഷ്പാവകീർണേന ജലസിക്തേന നിത്യശ താം തു രാജാ ദശരഥോ മഹാരാഷ്ട്രവിവർധന പുരീമാവാസയാമാസ ദിവി ദേവപതിർയഥ കവാടതോരണവതീം സുവിഭക്താന്തരാപണാം സർവയന്ത്രായുധവതീമുഷിതാം സർവശില്പിഭിः സൂതമാഗധസമ്ബാധാം ശ്രീമതീമതുലപ്രഭാം ഉച്ചട്ടാലധ്വജവതീം ശതഘ്നീശതസങ്കുലാം വധൂനാടകസംഘൈശ്ച സംയുക്താം സർവതഃ പുരീം ഉദ്യാനാമ്രവണോപേതാം മഹതീം സാലമേഖലാം. അങ്ങനെ രാജ്യത്ത് ഒരു നഗരിയിൽ എന്തൊക്കെയാണോ വേണ്ടത് അത് മുഴുവനും ഉൾക്കൊള്ളുന്നതായിട്ടുള്ളൊരു നഗരിയാണ്. ഇനിയുള്ള വർണ്ണനകൾ അടുത്ത ദിവസം കാണാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.